Good evening, students. How are you? I hope that you are all fine. Okay. Today we are going to learn the third part of the short story. Who is the author of the short story? R.K. Narayan. R.K. Narayan's A Horse and Two Goats. Okay. So where did we stop in the last? Muni came back to home without the stuff, the food items or the goods, and he told his wife that scoundrel would not give me anything, so go out and sell the drumsticks for what they are worth. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചെന്താ, മുനി നമ്മുടെ മുരിങ്ങക്കോൽ ഉപയോഗിച്ചുകൊണ്ട് സോസ് ഉണ്ടാക്കാൻ വേണ്ടി കുറേ സാധനങ്ങളുടെ ലിസ്റ്റുമൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കടയിൽ പോയി അല്ലേ. കടയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം സാധനം കിട്ടി വന്നിട്ട് ഇല്ലല്ലോ. പുള്ളിയുടെ പൈസ കൊടുത്തൊന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട് പുള്ളി തിരിച്ച് വെറും കൈയോടെ തിരികെ വന്നു അല്ലേ. തിരിച്ചു വന്നിട്ട് വൈഫിനോട് എന്ത് പറഞ്ഞു? ദാറ്റ് സ്കൗണ്ടൽ വുഡ് നോട്ട് ഗീവ് മീ എനിത്തിങ്. അയാൾ എനിക്കൊന്നും തന്നില്ല. സോ ഗോ ഔട്ട് ആൻഡ് സെൽ ദ ഡ്രംസ്റ്റിക്സ് ഫോർ വാട്ട് ദേ ആർ വർത്ത് അല്ലേ. ഇനിയിപ്പോൾ മുരിങ്ങ കൊണ്ട് നമുക്ക് വിറ്റ് കിട്ടുന്നത് എന്താ വെച്ചാൽ മേടിക്കാം എന്നാണ് ആര് പറഞ്ഞത്? മുനി പറഞ്ഞത് അല്ലേ. മുനി പറഞ്ഞു. ഇനി എൻ്റെ ബാക്കി നോക്കിയേ, പേജ് നമ്പർ 54 ആണ്. ലാസ്റ്റ് ലൈൻ അതിന് തുടങ്ങുന്നത് പേജ് നമ്പർ 54. ഹി ഫ്ലങ് ഹിംസെൽഫ് ഡൗൺ ഇൻ എ കോർണർ ടു റെക്യൂപ്പ് ഫ്രം ദ ഫറ്റീഗ് ഓഫ് ഹിസ് വിസിറ്റ് ടു ദ ഷോപ്പ് അല്ലേ. വീട്ടിൽ വന്ന് കയറിയ ഉടനെ ആ കടക്കാരൻ പറഞ്ഞ ആ ഒരു ഷോക്കിൽ നിന്ന് പുള്ളി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അല്ലേ. അതിനെയൊന്നും കിട്ടത്തില്ല, പൈസ കൊടുത്താലേ കിട്ടത്തുള്ളൂ എന്നുള്ള അതറിഞ്ഞപ്പം അല്ലേ കടക്കാരൻ പുള്ളിയെ ശരിക്കും എന്താ പറഞ്ഞ കളിയാക്കുകയൊക്കെ ചെയ്തില്ലേ. ആ ഒരു സംഭവം ഓർക്കുന്നില്ലേ നിങ്ങൾ? അപ്പോൾ ആ ഷോക്കിൽ നിന്ന് പുള്ളി ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല അല്ലേ. ഹി ഫ്ലഗ് ഹിംസെൽഫ് ഡൗൺ ഇൻ എ കോർണർ ടു റെക്യൂപ്പ് ഫ്രം ദ ഫറ്റീഗ് ഓഫ് ഹിസ് വിസിറ്റ് ടു ദ ഷോ. അതെ, അവിടെ ചെന്നപ്പം പുള്ളി നേരിട്ട ആ ഒരു സംഭവം ഒന്ന് മറക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൽ നിന്നും മുക്തനാവാൻ വേണ്ടി, അതിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയാണ് പുള്ളി അവിടെ പോയി ഒരു മൂല പോയി ഇരിക്കുകയാണ് ഇപ്പം. ഹിസ് വൈഫ് സെഡ്, യു ആർ ഗെറ്റിംഗ് നോ സോസ് ടുഡേ നോർ എനിത്തിങ് എൽസ്. എന്തായാലും നിങ്ങൾക്ക് ഇന്നിനി സോസൊന്നും കിട്ടാൻ പോകുന്നില്ല. സോസ് മാത്രമല്ല, ഇനി വേറെ ഒന്നും ഇനി കിട്ടാൻ തരുന്നില്ല, കിട്ടത്തില്ല. കാരണം എങ്ങനെ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ സാധനം മേടിച്ചില്ല. ഐ കാൺട്ട് ഫൈൻഡ് എനിത്തിങ് ടു ഗിവ് യു ടു ഈറ്റ്. അത് മാത്രമല്ല, ഇവിടെ എനിക്കൊന്നും നിങ്ങൾക്ക് തരാൻ ഇവിടെ വീട്ടിലൊന്നും ഇരിപ്പില്ല. ഫാസ്റ്റ് ടിൽ ദ ഈവനിങ്. വൈകിട്ട് വരെ ഒന്നും തിന്നാതെ ഇരിക്കാൻ പറഞ്ഞു, പട്ടിണി കിടക്കാൻ പറഞ്ഞു. ഇറ്റ് വിൽ ഡൂ യു ഗുഡ്. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. വൈകിട്ട് വരെ പട്ടിണി കിടക്കുക, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ടേക്ക് ദ ഗോഡ്സ് ആൻഡ് ബി ഗോൺ നൗ ഷീ ക്രൈഡ് ആൻഡ് ആഡഡ്. എന്നിട്ട് അത് മാത്രമല്ല പറഞ്ഞു, പോയി ഈ ആടുകളെ വിളിച്ചുകൊണ്ട് വേഗം ചെല്ലാൻ പറഞ്ഞു, ആടുകളെ മേയ്ക്കാൻ പറഞ്ഞു, പോകാൻ പറഞ്ഞു, ആടുകളായിട്ട് സ്ഥലം വിടാൻ പറഞ്ഞു. ഡോണ്ട് കം ബാക്ക് ബിഫോർ ദ സൺ ഈസ് ഡൗൺ. രാത്രിയാവാതെ, സൂര്യൻ അസ്തമിക്കാതെ ഇങ്ങോട്ട് തിരിച്ച് വന്നേക്കല്ലേ. He knew that if he obeyed her, she would somehow conjure up some food for him in the evening. അപ്പം പുള്ളിക്കൊരു കാര്യം വരും. പുള്ളിയുടെ വൈഫിൻ്റെ സ്വഭാവം അറിയാമല്ലോ നന്നായിട്ട്. അതായത് ഇങ്ങനെ വൈഫ് കിടന്ന് ചൂടാകുമ്പം അവളെ പിണക്കുന്നതോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുത്തുന്നതോ അവളായിട്ട് തർക്കിക്കുന്നത് നല്ലതല്ല. അങ്ങനെ എന്തെങ്കിലും മിണ്ടാൻ പോയാൽ വൈകിട്ട് വരുമ്പോൾ പോലും തിന്നാൻ കിട്ടത്തില്ല. ആ സത്യം പുള്ളിക്ക് നന്നായിട്ട് അറിയാം. നോക്കിയേ, ഹി ന്യൂ ദാറ്റ് ഇഫ് ഹി ഒബൈഡ്, അവൾ പറഞ്ഞ് കേട്ടങ്ങ് പോവുകയാണെങ്കിൽ എന്താണ്, ഷീ വുഡ് സംഹൗ കൺഷർ അപ്പ് സം ഫുഡ് ഫോർ ഹിം. അവളെ വൈകിട്ടാകുമ്പോൾ എങ്ങനെയെങ്കിലും എവിടുന്നെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ ഒപ്പിച്ചു തരും ഇൻ ദ ഈവനിങ്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അതും നോക്കണ്ട, അത് കിട്ടത്തില്ല, പ്രതീക്ഷിക്കുകയേ വേണ്ട. ഒൺലി ഹി മസ്റ്റ് ബി കെയർഫുൾ നോട്ട് ടു ആർഗ്യൂ ആൻഡ് ഇറിറ്റേറ്റ് ഹർ. പക്ഷേ പുള്ളി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുള്ളിക്കറിയാം. അതായത് ഒരു കാരണവശാലും അവളോട് തർക്കിക്കാനോ വാദിക്കാനോ പോരുത്, അവളെ ഇറിറ്റേറ്റ് ചെയ്യാൻ പോരുത്, വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ പാടില്ല. ആ കാര്യം പുള്ളി തീരുമാനിച്ചു അല്ലേ. ടെമ്പർ വാസ് അൺഡിപ്പെൻഡബിൾ ഇൻ ദ മോർണിംഗ്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ചുമ്മാ അങ്ങ് രാവിലെ അങ്ങ് ദേഷ്യപ്പെടുക, കാര്യമൊന്നുമില്ല. സംഭവം ആ കടക്കാരൻ പൈസ ഉണ്ടെങ്കിലേ സാധനം തരത്തുള്ളൂ എന്ന് പറഞ്ഞു, സാധനം കിട്ടിയില്ല. അങ്ങനെ വന്നപ്പം ഇത് കണ്ടപ്പോൾ വൈഫിന് ദേഷ്യം വന്നു. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അങ്ങനെ പ്രത്യേകിച്ചൊരു റീസണൊന്നും ഇല്ലാതെ തന്നെയാണ് മുനിയുടെ വൈഫ് ദേഷ്യപ്പെടുന്നത്.
പിന്നെ വൈകിട്ടാകുമ്പോഴേക്കും ചിലപ്പോൾ ഒന്ന് തണുക്കുമായിരിക്കും, ശരിയാവുമായിരിക്കും എന്നാണ് പുള്ളി കരുതുന്നത്, മുനി വിചാരിക്കുന്നത്. ഷീ വാസ് ഷുവർ ടു ഗോ ഔട്ട് ആൻഡ് വർക്ക്. അപ്പോൾ അവൾ തീരുമാനിച്ചു ഇനിയിപ്പം വല്ല തിന്നണമെന്നുണ്ടെങ്കിൽ അവൾ പോയി പണിയെടുക്കണം. ആര്? മുനിയുടെ വൈഫ് അല്ലേ? ഷീ വാസ് ഷുവർ, ഉറപ്പിച്ചു കഴിഞ്ഞു. എന്താണ്? ഗോ ഔട്ട് ആൻഡ് വർക്ക്. എന്തായാലും വെളിയിൽ എവിടെയെങ്കിലും പോയി എന്തായാലും പണിയെടുത്താൽ ഇന്ന് തിന്നാൻ എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റും. വെളിയിൽ പോയി എന്ത് ചെയ്യുമ്പോൾ ഗ്രൈൻഡ് ചെയ്യാൻ. ഗ്രൈൻഡ് മീൻസ് ഈ പൊടിക്കാൻ. എന്തോ പൊടിക്കാൻ? ചോളം പൊടിച്ച് അത് മാവാക്കുന്ന ആ പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രൈൻഡ് ചെയ്യണം. എവിടെ അത്? നമ്മൾ പറഞ്ഞില്ലേ സിമെൻറ്റും ബ്രിക്സ് ഉപയോഗിച്ച് പണിത വലിയ വീട്, ബിഗ് ഹൗസ്, അവിടെ പോയി ചെയ്യണം. അതുമാത്രമല്ല തൂക്കണം. സ്വീപ്പ് ഓർ സ്ക്രബ് സംവെയർ. വേറെ എവിടെയെങ്കിലും പോയി തൂക്കാൻ തുടയ്ക്കാനൊക്കെ ഒന്ന് പോകും. അപ്പം എവിടെയെങ്കിലും പോയി സ്വീപ്പ് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രബ് ചെയ്യുക, തൂത്ത് വരാനും തുടയ്ക്കാനും തറ ഉടച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും വീട്ടിൽ ചെന്ന് ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കാം. മനസ്സിലായില്ലേ? അതാണ് പ്ലാനിങ്. മുനിയുടെ വൈഫിൻ്റെ പ്ലാനിങ് ആണ് ഒന്ന് കോൺ പൊടിച്ചു കൊടുക്കാൻ. ആ വലിയ വീട്ടിൽ ചെന്ന്, ഏറ്റവും ആ ബിഗ് ഹൗസിൽ ചെന്ന് അവിടെ ഇതിങ്ങനെ പൊടിച്ചു കൊടുക്കും. കോൺ പൊടിച്ചു കൊടുക്കുന്ന അതുപോലെ. പിന്നെ അതുപോലെ തൂക്കാനും തുടയ്ക്കാനും പോവാം. പിന്നെ ആൻഡ് ഏൺ ഇനഫ് ടു ബൈ ഫുഡ് സ്റ്റഫ് ആൻഡ് കീപ്പ് എ ഡിന്നർ റെഡി ഫോർ ഹിം ഇൻ ദ ഈവനിങ്. അപ്പം കുറച്ച് ആഹാര സാധനങ്ങൾ മേടിക്കാനുള്ള കാശ് ഒപ്പിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അൺലീഷിങ് ദ ഗോഡ്സ് ഫ്രം ദ ഡ്രം സ്റ്റിക്ക് ട്രീ. അപ്പം മുമ്പ് പറഞ്ഞു ആടുകളെ ഇപ്പം ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നു, കൂടൊന്നുമില്ല ഇപ്പം. കെട്ടിയിട്ടിരിക്കുന്ന ആ മുരിങ്ങ മരത്തിലാണ് കേട്ടോ. അതേന്ന് അതിനെ അഴിച്ചുകൊണ്ട് പോവുകയാണ് ആര്? മുനി. അൺലീഷിങ് എന്ന് വെച്ചാൽ അഴിച്ചുവിടുക, അഴിക്കുക അല്ലേ? ആ കുറ്റിയിൽ നിന്ന് അഴിച്ചെടുക്കുക. അല്ല ആ മരത്തിൽ നിന്ന് കെട്ടിയിരുന്ന കെട്ട് അഴിച്ച് അതിനെ ആടിനെ കൊണ്ട് പോകാൻ തുടങ്ങുകയാണ് ആര്? മുനി. അൺലീഷിങ് ദ ഗോഡ്സ് ഫ്രം ദ ഡ്രം സ്റ്റിക്ക് ട്രീ മുനി സ്റ്റാർട്ടഡ് ഔട്ട്. അങ്ങോട്ട് ഇറങ്ങി, അത് പുറപ്പെട്ടു. ഡ്രൈവിംഗ് മീൻസ് അതിനെ നയിച്ചുകൊണ്ട് പോവുകയാണ്. ഡ്രൈവിംഗ് ദം എഹെഡ് ആൻഡ് അട്ടറിങ് വിയേർഡ് ക്രൈസ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേ ശബ്ദങ്ങൾ, ഈ ആട്ടിടയന്മാരും അല്ലെ കന്നുകാലി മേയ്ക്കുന്നവരൊക്കെ അതിനെ നയിക്കാൻ നേരത്ത് എന്തെങ്കിലും ശബ്ദങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അങ്ങനെ. അതുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇവർക്ക്, ഈ ഇതിൻ്റെ എന്തു പറയുന്നത് ഇടയന്മാർക്ക്, ആട്ടിടയന അല്ലെങ്കിൽ കന്നുകാലി മേടിച്ചു തോന്നുന്ന ആൾക്കാർക്ക്. നിങ്ങൾ കണ്ടിട്ടില്ലേ കൂട്ടമായിട്ട് കന്നുകാലികൾ റോഡിൽ നടത്തിക്കൊണ്ട് പോകുമ്പോൾ കണ്ടിട്ടില്ലേ? ഇടയ്ക്ക് അതിൻ്റെ പുറത്തേക്ക് അടിക്കുക, അതിനോട് എന്തോ ഒച്ചയിൽ ഏതാണ്ട് പറയുകയൊക്കെ ചെയ്യും. ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ട്. അതാണ് കുറേ വിയേർഡ് ക്രൈസ്, ഏതാണ്ട് അട്ടർ ചെയ്യും, ഏതാണ്ട് ഉച്ചരിക്കും. അത് അവർക്ക് മനസ്സിലാവും. ആടിനാണ് അത് പിടികിട്ടും എന്താണ് ഇടയൻ ഉദ്ദേശിക്കുന്നത്. ഫ്രം ടൈം ടു ടൈം അട്ടറിങ് വേർഡ് ക്രൈസ് ഫ്രം ടൈം ടു ടൈം ഇൻ ഓർഡർ ടു ഏർജ് ഇൻ ദ മോൺ. അവരെ പെട്ടെന്ന് സ്പീഡ് കൂട്ടാൻ വേണ്ടി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, ഓരോ ശബ്ദം കേൾപ്പിക്കും. ഹി പാസ്ഡ് ത്രൂ ദ വില്ലേജ് വിത്ത് ഹിസ് ഹെഡ് ബോവ്ഡ് ഇൻ തോട്ട്. ആ വില്ലേജ് കൂടെ പുള്ളി പോകുമ്പോൾ എങ്ങനെയാണ് പോകുന്നത് നോക്കിയേ. ഏതാണ്ട് പല ചിന്തകൾ മുഴുകിയാണ് പുള്ളി പോകുന്നത്. എങ്ങനെ? അത് മാത്രമല്ല ഹെഡ് ബോവ്ഡ് ഇൻ തോട്ട്, അതായത് പല ചിന്തകൾ കാരണം പുള്ളിയുടെ തല കുനിഞ്ഞു പോവുകയാണ്. ഇങ്ങനെ കുനിഞ്ഞ് നടന്നാണ് പോകുന്നത്. മനസ്സിലായില്ലേ? He did not want to look at anyone or be accosted. What? He did not want to look at anyone or be accosted. എന്ന് വെച്ചാൽ പുള്ളിക്ക് ആരുടെ മുഖത്ത് നോക്കാൻ ഇഷ്ടമല്ല. അതുമാത്രമല്ല ആരും പുള്ളിയെ കുറ്റപ്പെടുത്തുന്നതും പുള്ളിക്ക് ഇഷ്ടമല്ല. പരിഹസിക്കുകയോ കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നു. അക്കോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുക എന്നാണ് മീനിങ് അക്കോസ്റ്റഡ് കേട്ടോ. അപ്പം അങ്ങനെ പുള്ളിക്ക് ആരും ഇങ്ങനെ കമൻ്റ് അടിക്കുന്നതോ അല്ലെ ആരും ശ്രദ്ധിക്കുന്നതോ അങ്ങനെ ആരും കുറ്റപ്പെടുത്തുന്നതോ ഒന്നും ഇഷ്ടമല്ല. അങ്ങനെ ഒരു ആളാണ്, അങ്ങനെ ഒരു ടൈപ്പ് മനുഷ്യനാണ്. എ കപ്പിൾ ഓഫ് ക്രോണീസ് ലോഞ്ചിങ് ഇൻ ദ ടെമ്പിൾ കോറിഡോർ ഹെൽഡ് ഹിം ബട്ട് ഹി ഇഗ്നോർഡ് ദെയർ കോൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്രോണീസ് മീൻസ് ഫ്രണ്ട്സാണ് കേട്ടോ. എ കപ്പിൾ ഓഫ് ഫ്രണ്ട്സ്, കുറച്ച് പുള്ളി അറിയാവുന്ന ഏതോ കൂട്ടുകാർ, ഫ്രണ്ട്സ്. ലോഞ്ചിങ് ഇൻ ദ ടെമ്പിൾ കോറിഡോർ ഹെൽഡ് ഹിം. അവിടെ കുത്തിയിരിപ്പുണ്ട് അമ്പലത്തിൻ്റെ തിണ്ണയിൽ അവിടെ കണ്ട് ഇരിപ്പുണ്ട്. അവിടെ നിന്നിട്ട് പുള്ളിയെ വിളിച്ചു. മുനി എങ്ങോട്ടാ നീ, എവിടെ പോവാ, എന്താ എന്നൊക്കെ ചോദിച്ച് ഹലോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കത്തില്ലേ, അതാണ് സംഭവം. ബട്ട് ഹീ ഇഗ്നോർഡ് ദെയർ കോൾ. മനസ്സിലായില്ലേ? പറഞ്ഞ അത് കാര്യം പുള്ളി അവഗണിച്ചു, ശ്രദ്ധിച്ചില്ല. അവരും അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട്, അത് പുള്ളി കേൾക്കാത്ത മട്ടി കാണാത്ത മട്ടിൽ അങ്ങ് പോവുക. ദ ഷോപ്പ്മാൻ ഹാഡ് സെഡ് ദാറ്റ് ഹീ വാസ് 70. അറ്റ് 70 വൺ ഓൺലി വെയിറ്റഡ് ടു ബി സമ്മൺഡ് ബൈ ഗോഡ്. പുള്ളി കുറേ ചിന്തകൾ വേണ്ട, ഈ കുനിഞ്ഞ് ചിന്തിച്ചുകൊണ്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ പുള്ളിയുടെ ചിന്തകൾ നോക്കിയോ. കടക്കാരൻ അന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു, എന്തുവാ എനിക്ക് 70 വയസ്സുണ്ടെന്ന്. വാസ്തവത്തിൽ എനിക്ക് 70 വയസ്സുണ്ടോ?
അപ്പോൾ 70 വയസ്സുള്ള ഒരാൾ എങ്ങനെ ആയിരിക്കും? അറ്റ് 70 വൺ ഓൺലി വെയിറ്റഡ് ടു ബി സമ്മൺ ബൈ ഗോഡ്. സമ്മൺ മീൻസ് വിളിക്കുക, വിളിച്ചു വരുത്തുക, അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ആ സെൻറ്റൻസ് വായിച്ചു നോക്കി. സെൻറ്റൻസ് വായിക്കുമ്പോൾ അതിൻ്റെ മീനിങ് എന്താ വരുന്നത് നോക്കി. നമ്മൾ ഈ ഇംഗ്ലീഷിൻ്റെ പ്രത്യേകത ഇതാണ്, ഈ ഓരോ വാക്ക് പറയുമ്പോഴും ആ വാക്കിൻ്റെ എക്സാക്റ്റ് മീനിങ് അറിയണമെങ്കിൽ ആ സെൻറ്റൻസ് ഫുള്ള് നോക്കണം. മനസ്സിലായില്ലേ? സമ്മൺ എന്ന് പറഞ്ഞാൽ വിളിച്ചു വരുത്തുക എന്നുള്ളതാണ്. പക്ഷേ ആ സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കുക. അറ്റ് 70 വൺ ഓൺലി വെയിറ്റഡ് ടു ബി സമ്മൺ ബൈ ഗോഡ്. ദൈവം വിളിച്ചു വരുത്തുക. ദൈവം എന്ന് വെച്ചാൽ ദൈവം തിരികെ വിളിക്കും. സാധാരണ മനസ്സിലായില്ലേ? ആ വാക്കിന് ആ സെൻറ്റൻസ് അതാണ് അർത്ഥമാക്കുന്നത്. അതെ, 70 വയസ്സായി കഴിഞ്ഞാൽ സാധാരണ ഒരാൾ ദൈവം വിളിക്കുന്നതും കാത്ത് ഇങ്ങനെ ഇരിക്കും എന്നാണ് പുള്ളിയുടെ മനസ്സിലെ ചിന്ത. മനസ്സിലായോ? അതെ, എന്ന് വെച്ചാൽ മരിക്കും. എപ്പോഴാണ് മരണം എന്ന് കാത്തിങ്ങനെ ഇരിക്കുകയാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. വെൻ ഹി വാസ് ഡെഡ്, ഇനി ചിന്തിക്കുക, പുള്ളിയുടെ ചിന്ത പോകുന്ന പോക്ക് കണ്ടോണം. ഞാൻ മരിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ വെൻ ഹി വാസ് ഡെഡ് വാട്ട് വുഡ് ഹിസ് വൈഫ് ഡു. മരിച്ചു കഴിയുമ്പോൾ ഇനി വൈഫ് എന്തോ ചെയ്യും, മുനിയുടെ വൈഫിനി എന്തോ ചെയ്യുമെന്ന്. അതാണ് ചിന്ത. കണ്ടോ, ആ വൈഫിനെ കുറിച്ച് ചിന്ത വന്നു. മുമ്പേ ഒരു വഴക്കൊക്കെ കേട്ടിട്ട് ഇറങ്ങി വന്നതാണ്. എന്നാലും എന്ത് നല്ല മനുഷ്യനാന്ന് നോക്കണം. വൈഫിനെ കുറിച്ച് ചിന്തയുണ്ട് ഇപ്പം. കണ്ടോ, വെൻ ഹി വാസ് ഡെഡ് വാട്ട് വുഡ് ഹിസ് വൈഫ് ഡു. ദേ ഹാഡ് ലീവ്ഡ് ഇൻ ഈച്ച് അതേഴ്സ് കമ്പനി സിൻസ് ദേ വർ ചിൽഡ്രൻ. ചെറുപ്പം മുതലേ, കുട്ടികളായിരിക്കും മുതലേ അവരിങ്ങനെ തുടങ്ങിയ ഒരു പരിചയമാണ്, അല്ലെങ്കിൽ അന്ന് പോലെ ഉള്ളതാണ്. ബാക്കി ഓഫ് വെഡ്ഡിങ്, he had been told on their day of wedding that he was 10 years old and she was 8. അതെ, അവരുടെ ആ കല്യാണത്തിൻ്റെ സമയത്ത് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ട്. അന്ന് എത്ര വയസ്സാന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്. അതായത് പുള്ളിക്ക് 10 വയസ്സും മുനിയുടെ വൈഫിന് 8 വയസ്സുമായിരുന്നു. മുനിക്ക് 10 വയസ്സും അതുപോലെ മുനിയുടെ വൈഫിന് 8 വയസ്സുമായിരുന്നു കല്യാണം നടന്നപ്പം. അവരുടെ കല്യാണം നടന്ന ആ പ്രായത്തിലാണ്. ഞെട്ടുമൊന്നും വേണ്ട, ഞാൻ പറഞ്ഞില്ല, അത്രയ്ക്ക് കൾച്ചറലി എല്ലാ വിധത്തിലും താഴ്ന്ന എന്താ പറയുന്നത്, ആ ഒരു ഇത്രയ്ക്ക് അതമ്പതിച്ചൊരവസ്ഥയാണ്. അത് നിങ്ങൾ ആ ഒരു വിഷനോട് വേണം ഈ സ്റ്റോറി വായിക്കാൻ. മനസ്സിലായില്ലേ? അത്രയ്ക്ക് കൾച്ചറലി എല്ലാം എന്താ പറയുന്നത് മാറിക്കിടക്കുന്ന ഒരു. He had been told on their day of wedding that he was 10 years old and she was 8. പ്രോജനി നൺ. പ്രോജനി എന്ന് പറഞ്ഞാൽ മക്കൾ, സന്തതി ഒന്നുമില്ല. നൺ, ആരുമില്ല, ഒന്നുമില്ല. കല്യാണം കഴിച്ചിത്രയായിട്ടും സന്തതി ഒന്നുമില്ലെന്ന്. മനസ്സിലായില്ലേ? മക്കളില്ല. നമ്മൾ മുമ്പേ പറഞ്ഞു പുള്ളിക്കൊരു മകളുണ്ടെന്നും മകൾ പൈസ അയച്ചു തരും എന്നൊക്കെ പറഞ്ഞ് കടക്കാരനോട് പറഞ്ഞില്ലേ പുള്ളിയെ പറ്റിക്കാൻ. ഇപ്പോൾ കണ്ടോ പറഞ്ഞ് കണ്ട. പ്രോജനി നൺ. പ്രോജനി മീൻസ് സന്തതി അല്ലെങ്കിൽ മക്കളില്ല. പെർഹാപ്സ് എ ലാർജ് പ്രോജനി വുഡ് ഹാവ് ബ്രോട്ട് ഹിം ദ ബ്ലെസ്സിങ്സ് ഓഫ് ദ ഗോഡ്സ്. ഒരുപാട് സന്തതികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹങ്ങൾ കൂടെ അതിൻ്റെ കൂടെ ലഭിച്ചേനെ എന്നാണ്. സന്തതി ഉണ്ടായിരുന്നെങ്കിൽ, മക്കളുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അനുഗ്രഹങ്ങളൊക്കെ പുള്ളിക്ക് ലഭിച്ചേനെ. പുള്ളിയുടെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കത്തില്ലായിരുന്നു എന്നാണ് പുള്ളി ചിന്തിക്കുന്നത്, അല്ലേ? ഓൺലി ഓൺ ദ ഔട്ട്സ്കേർട്സ് ഡിഡ് ഹി ലിഫ്റ്റ് ഹിസ് ഹെഡ് ആൻഡ് ലുക്ക് അപ്പ്, അല്ലേ? അത് പുള്ളി മറ്റേ ജനവാസമൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ ആരും ഇല്ലാത്ത ഭാവമൊക്കെ വരുമ്പോഴാണ് ജസ്റ്റ് തലേന്ന് പൊക്കി നോക്കുന്നത്. ആൾക്കാരെ ഫേസ് ചെയ്യാൻ പുള്ളിക്കൊരു ബുദ്ധിമുട്ടാണ്. എന്തോ ഒരു കോംപ്ലക്സ് പുള്ളിക്കുണ്ട്. മനസ്സിലായോ? മേ ബി പുള്ളി ഔട്ട്കാസ്റ്റ് അല്ലെ ഈ പറഞ്ഞ താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ടുള്ള ആ ഒരു ഇതായിരിക്കും. ബാക്കി ആൾക്കാരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനെയൊക്കെ പണ്ട് കാലത്തുണ്ടായിരുന്നു കേട്ടോ. അതായിരിക്കും ഇവിടെ സാഹചര്യം. ഓക്കെ. ഹി ഏർജ്ഡ് ആൻഡ് ബള്ളിഡ് ദ ഗോഡ്സ് അണ്ടിൽ ദേ മെൻഡേഡ് അലോങ് ടു ദ ഫൂട്ട് ഓഫ് ദ ഹോഴ്സ് സ്റ്റാച്യു ഓൺ ദ എഡ്ജ് ഓഫ് ദ വില്ലേജ്. ഹി ഏർജ്ഡ് ആൻഡ് ബള്ളിഡ് ദ ഗോഡ്സ് അണ്ടിൽ ദേ മെൻഡേഡ് അലോങ് ടു ദ ഫൂട്ട് ഓഫ് ദ ഹോഴ്സ് സ്റ്റാച്യു ഓൺ ദ എഡ്ജ് ഓഫ് ദ വില്ലേജ്, അല്ലേ? എന്ന് പറഞ്ഞാൽ ആടുകളെ ഇങ്ങനെ നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോവുക. അവരിങ്ങനെ വഴി അങ്ങോട്ട് മടിച്ച് നിന്ന് അവിടെ വഴിയിൽ പുല്ല് തിന്നാൻ നോക്കുക. അങ്ങനെ എന്തെങ്കിലും സ്പീഡ് കുറയുകയൊക്കെ ചെയ്താൽ അതിനെ നിർബന്ധിച്ച് അങ്ങ് ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ആൻഡ് ബള്ളീഡ് മീൻസ്, ബള്ളി എന്ന വാക്കിനർത്ഥം ഭീഷണിപ്പെടുത്തുക എന്നാണ് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ അതിനെ ഫോഴ്സ് ചെയ്ത് വല്ല ഇതിനെ വരട്ടി അങ്ങ് സ്പീഡ് കൊണ്ടുപോകുക. അങ്ങ് എത്തിക്കണം, എത്രയും പെട്ടെന്ന് അവിടെ എത്തിയാൽ മതി. ആ ഹൈവേയുടെ അടുത്ത് ഹോഴ്സ് സ്റ്റാച്യു ഉള്ള ഭാഗത്ത്, അവരെ ഗ്രാമത്തിൻ്റെ അതിർത്തി പോലെ ഒരു സ്ഥലമാണ് കേട്ടോ. അങ്ങേറ്റത്താണ് ഈ ഹോഴ്സ് സ്റ്റാച്യു ഉള്ളത്. അവിടെ എത്തുന്നത് വരെ പുള്ളി ഇങ്ങനെ ഇതിനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ടെന്താണ്, അതവിടെ മെൻറ്റേഡ് മീൻസ് അവിടെ ചുറ്റി വളഞ്ഞ് ആ സ്റ്റാച്യു ഉള്ള ഭാഗത്ത് അതിനെ ചുറ്റിപ്പറ്റി വന്നു. മനസ്സിലായോ? ഹി സാറ്റ് ഓൺ ഇറ്റ്സ് പെഡസ്റ്റൽ ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ഡേ. അപ്പം പുള്ളീൻ്റെ പരിപാടി അതിൻ്റെ ആ വേദി ആ ഭാഗത്ത്, അതിൻ്റെ തറ ആ ഭാഗത്ത് പുള്ളി ആ ദിവസം മുഴുവൻ അവിടെ ഇങ്ങനെ ഇരിക്കും.
The advantage of this was that he could watch the highway and see the lorries and buses pass through to the hills. ഇതിൻ്റെ പ്രയോജനം എന്താ പറയുക, ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ അതുവഴി ഹൈവേ കൂടെ വരുന്ന വാഹനങ്ങളെല്ലാം കാണാം. അതായത് ലോറി വരുന്നത്, ബസ് വരുന്നത്, അതെല്ലാം അവിടെ നിന്ന് കാണാം. ആൻഡ് ഇറ്റ് ഗേവ് ഹിം എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ടു എ ലാർജർ വേൾഡ്. അപ്പോൾ ഈ ചെറിയ ഗ്രാമത്തിൽ ജീവിച്ച ഈ മനുഷ്യന് അവിടെ വയ്ക്കുമ്പോൾ പുള്ളിക്ക് വേറൊരു ഫീലിംഗാണ് വരുന്നത്. ഒരു വേറെ വലിയ ലോകത്ത് പുള്ളി ചെന്ന് പെട്ടതായിട്ടുള്ള, അല്ലെങ്കിൽ അവിടെയാണ് എത്തിപ്പെട്ടെന്നുള്ളൊരു ചിന്തയാണ് പുള്ളിക്ക് മനസ്സിൽ തോന്നുന്നത് കേട്ടോ. അതിനുവേണ്ടി പുള്ളി അവിടെ അങ്ങനെ ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദ പെഡസ്റ്റൽ ഓഫ് ദ സ്റ്റാച്യു വാസ് ബ്രോഡ് ഇനഫ് ഫോർ ഹിം ടു മൂവ് അറൗണ്ട്. മനസ്സിലായില്ലേ? ആ സ്റ്റാച്യു, അതായത് ഈ പ്രതിമ, ഇതിൻ്റെ കുതിരയുടെ പ്രതിമ, കുതിരയുടെ പുറത്ത് ഒരാളിരിക്കുന്നതായിട്ടാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരു പ്രതിമയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ആ പ്രതിമ അങ്ങനെ അവിടെ ഇരിക്കുന്നതുകൊണ്ട് സൂര്യപ്രകാശം അടിക്കുമ്പം അതിൻ്റെ വെയിൽ പുള്ളിക്ക് ഏച്ചാതിരിക്കാൻ പുള്ളിക്ക് ജസ്റ്റ് അവിടെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീങ്ങി മാറി ഇരുന്നാൽ മതി. മനസ്സിലായില്ലേ? അത് വലിയൊരു പ്രതിമയാണ്. അതിൻ്റെ കീഴിൽ ഇരുന്നാൽ പിന്നെ പ്രശ്നമില്ല. അതിൻ്റെ വലുപ്പം ധാരാളം, അതിൻ്റെ കീഴിൽ നമുക്ക് ഷെയ്ഡ് കിട്ടും, ഷാഡോ ഉണ്ടെന്നാണ് പറഞ്ഞത്. ദ പെഡസ്റ്റൽ ഓഫ് ദ സ്റ്റാച്യു വാസ് ബ്രോഡ് ഇനഫ്. അതെ, അതിൻ്റെ വലുപ്പം അത്രയും നല്ല വലുപ്പമുണ്ട്. ഫോർ ഹിം ടു മൂവ് അറൗണ്ട്. അതെ, സൂര്യൻ ഇങ്ങനെ ദിക്ക് മാറുന്നതനുസരിച്ച് പുള്ളി ആ ഷെയ്ഡ് മാറുമല്ലേ, അതിൻ്റെ ഷാഡോ മാറുന്നില്ലേ, അപ്പോൾ അതനുസരിച്ച് പുള്ളിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങിയിരിക്കാൻ പറ്റും. ഹി കുഡ് ഓൾസോ ക്രോച്ച് അണ്ടർ ദ ബെല്ലി ഓഫ് ദ ഹോഴ്സ്. അപ്പം ആ കുതിരയുടെ വയറിനടിയിൽ പുള്ളി ഇങ്ങനെ കുനിഞ്ഞിരിക്കും. വെയിൽ ഭയങ്കര വെയിലാണ്, ഈ നട്ടുച്ചയ്ക്കൊക്കെ നല്ല വെയിലായിരിക്കും. അപ്പം ആ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ആ കുതിരയുടെ അടിയിൽ, ആ പിക്ചർ ഇപ്പോൾ ഈ പിക്ചർ ഉണ്ടോ നിങ്ങൾ, കുതിരയുടെ അടി കയറിയിരിക്കാൻ സ്പേസ് ഉണ്ട്, അവിടെ കയറി കുനിഞ്ഞിരിക്കും. ക്രോച്ച് മീൻസ് ക്രോച്ച് അണ്ടർ ദ ബെല്ലി എന്ന് പറഞ്ഞാൽ വയർ. അപ്പോൾ ക്രോച്ച് എന്ന് പറഞ്ഞാൽ കുനിഞ്ഞിരിക്കുക. മനസ്സിലായോ? ദ ഹോഴ്സ് വാസ് നിയർലി ലൈഫ് സൈസ്, മോൾഡഡ് ഔട്ട് ഓഫ് ക്ലേ, ബേക്ക്ഡ്, ബേൺഡ് ആൻഡ് ബ്രൈറ്റ്ലി കളേർഡ്, ആൻഡ് reared its head proudly, prancing its forelegs in the air and flourishing its tail in a loop. Beside the horse stood a warrior with scythe-like mustachios, bulging eyes and aquiline nose. ഓക്കെ, ഇനി നോക്കിയേ, ഇനി കുറച്ച് ടൈറ്റാന്ന് തോന്നും. നമ്മുടെ ആ പ്രതിമയെക്കുറിച്ചുള്ള വിവരണമാണ്. ഏതാ? കുതിരയുടെ. മനസ്സിലായോ? ദ ഹോഴ്സ് വാസ് നിയർലി ലൈഫ് സൈസ്, നല്ല വലുപ്പമുണ്ട് കുതിരയ്ക്ക്. മോൾഡഡ് ഔട്ട് ഓഫ് ക്ലേ, കളിമണ്ണ് ഉപയോഗിച്ചാണ് അതിനെ ഷേപ്പ് ചെയ്തിരിക്കുന്നത്, പണിതിരിക്കുന്നത്. ബേക്കഡ്, ബേൺഡ്, കളിമണ്ണ് ഉപയോഗിച്ച് പണിയുമ്പോൾ ഉണ്ടാക്കുമ്പോൾ അതിനെ കുറച്ച് ബേൺ ചെയ്യണം, ബേക്ക് ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. മനസ്സിലായില്ലേ? ചൂടാക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിലാണ് ആ കാര്യങ്ങൾ വരുന്നത്. ആൻഡ് ബ്രൈറ്റ്ലി കളേർഡ്, ചെറിയ ഒരു ബ്രൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്, കളർ ചെയ്തിട്ടുണ്ട്. ആൻഡ് റെയർഡ് ഇറ്റ്സ് ഹെഡ് പ്രൗഡ്ലി, ആൻഡ് തല ഇങ്ങനെ ഉയർത്തി അഭിമാനത്തോടെ നിൽക്കുന്ന പോലെ ഒരു പ്രത്യേക രീതിയിലാണ് നിൽക്കുന്നത്. പ്രാൻസിങ് ഇറ്റ്സ് ഫോർ ലെഗ്സ് ഇൻ ദ എയർ. പ്രാൻസിങ് എന്ന് പറഞ്ഞാൽ കാലിങ്ങനെ മേലോട്ട് ഉയർത്തി നിൽക്കുക, ഒരു കാലിങ്ങനെ മേലോട്ട് ഉയർത്തി നിൽക്കുക. പിക്ചർ നോക്കി കാണാം. പ്രാൻസിങ് ഇറ്റ്സ് ഫോർ ലെഗ്സ് ഇൻ ദ എയർ ആൻഡ് മുൻകാല്, ഫോർ ലെഗ് എന്ന് പറഞ്ഞാൽ മുൻകാലെടുത്ത് പൊക്കി ഇങ്ങനെ നിൽക്കുകയാണ്, കുതിക്കാൻ വേണ്ടി. അടുത്ത സ്റ്റെപ്പ് ഇപ്പോൾ കുതിച്ച് പോകുന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. അത് വായുവിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? ആൻഡ് ഫ്ലറിഷിങ് ഇറ്റ്സ് ടെയിൽ ഇൻ എ ലൂപ്പ്. അതിൻ്റെ വാല് അതുപോലെ ഇങ്ങനെ ആടി ഇളകുന്നത് പോലെ ഉള്ള രീതിയിലാണ് നിൽക്കുന്നത്, വളഞ്ഞ് ഒരു പ്രത്യേക രീതിയിലാണ് നിൽക്കുന്നത്. ആ പിക്ചർ കാണിച്ചു തരാം, നോക്കിയേ, കണ്ടില്ലേ? ഇതാ സംഭവം. ബാക്കി ബിസൈഡ് ദ ഹോഴ്സ് സ്റ്റുഡ് എ വാരിയർ വിത്ത് സൈത്ത് ലൈക്ക് മൊസ്റ്റേഷ്യോസ്. അല്ലേ? ആ കുതിരയുടെ ചേർന്ന് കുതിരപ്പുറത്ത് ഒരാൾ ഇരിപ്പുണ്ട്. അത് ഒരു വാരിയർ, ഒരു പോരാളിയാണ്, അല്ലെങ്കിൽ എ ഫൈറ്ററാണ്. മനസ്സിലായില്ലേ? വാരിയർ എന്ന് പറഞ്ഞാൽ ഒരു പടയാളി, ആ ഒരു മീനിങ്. മനസ്സിലായില്ലേ? ആ വാക്ക് മനസ്സിലായല്ലോ? വിത്ത് സൈത്ത് ലൈക്ക് മൊസ്റ്റേഷ്യസ്. മൊസ്റ്റേഷ്യസ് എന്ന് പറഞ്ഞാൽ മീശ അല്ലേ? എന്താ സൈത്ത് ലൈക്ക് എന്ന് പറഞ്ഞാൽ ആ വാക്കങ്ങനെ ഉച്ചാരണം അതാണ്, സൈത്ത് ലൈക്ക് എന്നാണ്. SCYTHE, സൈത്ത് ലൈക്ക് മൊസ്റ്റേഷ്യോസ്. സൈത്ത് ലൈക്ക് എന്ന് പറഞ്ഞാൽ, സൈത്ത് എന്ന് പറഞ്ഞ വാക്കിൻ്റെ മീനിങ് അരിവാൾ എന്നാണ്. അപ്പം അരിവാൾ പോലെ ഇരിക്കുന്ന മീശയാണ് പുള്ളിയുടെ. ആ രീതി ഡിസൈൻ ചെയ്ത് വളഞ്ഞ് പ്രത്യേക രീതിയിൽ വച്ചേക്കുന്ന ആ മൊസ്റ്റേഷ്യോസ്. ബൾജിങ് ഐസ്, കണ്ണിന്
തുറിച്ച് നോക്കുന്ന അല്ലെങ്കിൽ തള്ളി നിൽക്കുന്ന ബൾജിങ് എന്നാണ്. ബൾജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തള്ളി നിൽക്കുക പുറത്തോട്ട്, മനസ്സിലായി? ബൾജിങ് ഐസ്, തുറിച്ച് നോക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ബൾജ് ചെയ്ത് നിൽക്കുന്ന കണ്ണുകൾ, ഐസ്. ആൻഡ് അക്വിലിൻ നോസ്. അക്വിലിൻ നോസ് എന്ന് പറഞ്ഞാൽ ഈ പരുന്തിൻ്റെ ചുണ്ട് പോലെ ഇരിക്കുന്ന മൂക്കെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അക്വിലിൻ, ലൈക്ക് ആൻ ഈഗിൾ, ആ വാക്കിൻ്റെ മീനിങ് അതാണ്, ലൈക്ക് ആൻ ഈഗിൾ. അക്വിലിൻ മീൻസ് ലൈക്ക് ആൻ ഈഗിൾ. അതുപോലെയാണ് എൻ്റെ പുള്ളിയുടെ വാരിയറിൻ്റെ മൂക്ക് ഇരിക്കുന്നത്. ദ ഹോഴ്സ് ഇറ്റ് സെൽഫ് വാസ് സെഡ് ടു ഹാവ് ബീൻ ആസ് വൈറ്റ് ആസ് എ ധോബി വാഷ്ഡ് ഷീറ്റ്. ധോബി മീൻസ് എന്താണ്? DHOBI, ധോബി എന്ന് പറഞ്ഞാൽ അലക്കുകാരൻ, മനസ്സിലായില്ലേ? ധോബി വാഷ്ഡ് ഷീറ്റ് അല്ലേ, അലക്കുകാരൻ കഴുകി വെളുപ്പിച്ച ഷീറ്റ് പോലെ, തുണി പോലെ വെളുത്ത കളറാണ് ആർക്ക്? കുതിരയ്ക്കുള്ളതെന്ന് പറയുന്നു. ആൻഡ് ഹാഡ് ഓൺ ഇറ്റ്സ് ബാക്ക് എ കവർ ഓഫ് പ്യുവർ ബ്രൊക്കേഡ് ഓഫ് റെഡ് ആൻഡ് ബ്ലാക്ക് ലേസ്. ഓക്കെ. The horse itself was said to have been a white as dhobi washed sheet, and had on its back a cover of pure brocade of red and black lace. അപ്പോൾ നമ്മൾ പറഞ്ഞു അലക്കാരൻ തുണി അലക്കി വെളുപ്പിച്ചതുപോലെ ഉള്ള വൈറ്റ് കളറാണ് ഹോഴ്സിനുള്ളത്. അത് കഴിഞ്ഞ് ആൻഡ് ഹാഡ് ഓൺ ഇറ്റ്സ് ബാക്ക് എ കവർ ഓഫ് പ്യുവർ ബ്രൊക്കേഡ് ഓഫ്. അപ്പം കുതിരപ്പുറത്ത് കവറിങ് ഉണ്ട്. അതിൻ്റെ കുതിരപ്പുറത്ത് ഒരാളിരിക്കുമ്പം അത് ഒരു സീറ്റ് പോലെ, ഒരു കവർ പോലെ സംഭവം കുതിരയുടെ പുറത്ത് വിരിച്ചിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? ഇത് കണ്ടില്ലേ? ആ കുതിരയുടെ പുറത്ത് കണ്ടില്ലേ ചെയ്തേക്കുന്നത്? പുള്ളി കയറി ഇരിക്കുമ്പോൾ ആ ഒരു തുണി വിരിച്ചിട്ടാണ് അതിന് പുറത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കവറിങ് ഉണ്ട്, അത് വെച്ചിട്ടാണ് അയാൾ പുറത്ത് കയറി ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഹാഡ് ഓൺ ഇറ്റ്സ് ബാക്ക് എ കവർ ഓഫ് പ്യുവർ ബ്രൊക്കേഡ്. എന്തോ കവർ? എങ്ങനത്തെ കവറാണ്? പ്യുവർ ബ്രൊക്കേഡ് ഓഫ് റെഡ് ആൻഡ് ബ്ലാക്ക് ലേസ്. നല്ല ഒരു ബ്രൊക്കേഡ് മീൻസ് ഈ ഫാബ്രിക് ഡിസൈനൊക്കെ ഉപയോഗിച്ച് പ്രത്യേക രീതിയിൽ തയ്ച്ച് ഉണ്ടാക്കിയ ഒരു തരം സംഭവമാണ്. അതാണ് അവിടെ വിരിച്ചിരിക്കുന്നത്. റെഡ് കളറാണ്, റെഡും ബ്ലാക്കും കൂടെ ചേർന്ന കളറാണ്. അതായത് ബ്ലാക്ക് ലേസ്, പ്രത്യേക നൂലൊക്കെ ചേർത്താണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ലേസ് ഉണ്ട്, അതുപോലെ റെഡ് കളറുള്ള ആ ഒരു സംഭവമാണ് അതിൻ്റെ കവർ, മനസ്സിലായോ? മാച്ച് ചെയ്യും. എന്തുകൊണ്ട് മാച്ച് ചെയ്യുന്ന നോക്കിക്കുക. മാച്ചിങ് ദ മൾട്ടി കളേർഡ് സാഷ് അറൗണ്ട് ദ വേസ്റ്റ് ഓഫ് ദ വാരിയർ. ഇപ്പോൾ രണ്ട് വാക്കുകൊണ്ട് ഇതിലുണ്ട്, സാഷും വേസ്റ്റും. മറ്റേ വേസ്റ്റ് അല്ല ഇത്. ഇവിടെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അര എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ അര, അതാണ് അതിൻ്റെ മീനിങ്. സാഷ്, വേസ്റ്റ് എന്നുള്ള വാക്ക്. സാഷ് എന്ന് പറഞ്ഞാൽ ഒരു തരം കളർ തുണിയാണ്. അതായത് ഷോള് പോലെ ഇങ്ങനെ തോളയിൽ നിന്ന് വന്നിട്ട് നേരെ അരയിലോട്ട് വന്ന് കണക്ട് ചെയ്ത് കെട്ടിയേക്കുന്നത്. അങ്ങനെയാണ് അത്. പ്രത്യേക ഡ്രസ്സ് കോഡാണത്. ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കവറിങ് ആണ് കുതിരപ്പുറത്തുള്ളത് അല്ലേ? കുതിരയുടെ ബാക്കിൽ അതിലാണ് പുള്ളി ഇരിക്കുന്നത്, മനസ്സിലായില്ലേ? ബട്ട് നൺ ഇൻ ദ വില്ലേജ് റിമെമ്പേർഡ് ദ സ്പ്ലെൻഡർ ആസ് നോ വൺ നോട്ടീസ്ഡ് ഇറ്റ്സ് എക്സിസ്റ്റൻസ്. അത് പക്ഷെ ആൾക്കാരും ഇതിൻ്റെ ഒരു തേജസ് അല്ലെങ്കിൽ ഒരു ഭംഗി, ആ ഒരു പ്രഭ ശ്രദ്ധിക്കുന്ന പോലുമില്ല. അങ്ങനെ സംഭവം ഇവിടെ ഉണ്ടെന്ന് പോലും ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഈവൻ മുനി ഹു സ്പെൻഡ് ഓൾ ഹിസ് വേക്കിംഗ് അവേഴ്സ് അറ്റ് ഇറ്റ്സ് ഫുഡ്. അതെ, ദിവസവും മണിക്കൂറുകൾ ഇങ്ങനെ അതിൻ്റെ കീഴിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. എന്നിട്ടും പുള്ളിക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല, അല്ലെങ്കിൽ നോക്കിയിട്ടില്ല പുള്ളി. നെവർ ബോതേഡ് ടു ലുക്ക് അപ്പ്. അങ്ങനെ നോക്കാൻ പുള്ളി തുനിഞ്ഞിട്ടില്ല. പുള്ളിക്ക് അതൊന്നും വലിയ കാര്യമല്ല, അല്ലെങ്കിൽ ഇതൊക്കെ ഒന്നും കാണുന്നതാണെന്നുള്ള ഭാവമാണ് പുള്ളിക്ക്. ഈ കുതിരയെ കാണുന്ന നാട്ടുകാർക്കാണേലും ഇതൊന്നും വലിയ പുതുമയൊന്നുമില്ല, അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് സൗന്ദര്യമൊന്നും തോന്നുന്നില്ല. ഇറ്റ് വാസ് അൺടച്ച്ഡ് ഈവൻ ബൈ ദ യങ് വാൻഡൽസ് ഓഫ് ദ വില്ലേജ് ഹു ഗാഷ്ഡ് ട്രീ ട്രങ്ക്സ് വിത്ത് നൈവ്സ്. ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി ഇതാണ്. ഇറ്റ് വാസ് അൺടച്ച്ഡ് ഈവൻ ബൈ ദ യങ് വാൻഡൽസ് ഓഫ് ദ വില്ലേജ്. അതായത് വാൻഡൽസ് എന്ന് പറഞ്ഞാൽ ഈ സാമൂഹ്യ വിരുദ്ധരുണ്ടല്ലോ, എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടാൽ ഉടനെ പോയി അവിടെ കയറി നാശം ഉണ്ടാക്കിയിട്ട് വരുന്നത് അല്ലേ? ചിലയിടത്ത് സ്കൂളുകളൊക്കെ കയറി ഇങ്ങനെ ഫാനൊക്കെ അടിച്ച് നശിപ്പിച്ചെന്നും, ആരുമില്ലാത്ത സമയത്ത് കയറി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓരോ വേല കാണിച്ചു വെക്കും. എല്ലാം നാശം ഉണ്ടാക്കുന്ന സാമൂഹ്യ വിരുദ്ധർ, അങ്ങനെ പറയത്തില്ലേ? സാമൂഹ്യ വിരുദ്ധർ എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള ആളുകൾ പോലും ഈ സാധനത്തെ ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇത് തൊടാൻ വന്നിട്ടില്ല. അവർക്ക് പോലും വേണ്ടാത്ത സാധനമാണ് ഏത്? ഇത്. സാധാരണ അങ്ങനെയല്ല, ആർക്കും വേണ്ടാത്തതാണെങ്കിൽ പോലും സാമൂഹ്യ വിരുദ്ധർ കയറി പണിയാറുണ്ട്. മിക്കവാറും എല്ലാത്തിലും അങ്ങനെയാണ്, എല്ലായിടത്തും എല്ലാ നാട്ടിലും ഉണ്ട് ഇത്. പക്ഷെ ഇവിടെ നോക്കണം, ഈ ഗ്രാമത്തിൽ സാമൂഹ്യ വിരുദ്ധർ ഇല്ലാഞ്ഞിട്ടല്ല,
അങ്ങനെ അങ്ങ് ചെറുപ്പക്കാരായിട്ടുള്ള കുറേ ആളുകളുണ്ട്. പക്ഷേ അവർക്ക് പോലും ഈ കുതിരയെ വേണ്ട. ആർക്കും വേണ്ടാത്ത സാധനം ഇത്. നോക്കിയോ, ഇറ്റ് വാസ് അൺടച്ച്ഡ് ഈവൻ ബൈ ദ യങ് വാൻഡൽസ് ഓഫ് ദ വില്ലേജ് ഹൂ ഗാഷ്ഡ് ട്രീ ട്രങ്ക്സ് വിത്ത് നൈവ്സ്. അത് കത്തിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി ഇടയ്ക്ക് അവിടെ ഇടയ്ക്ക് ചെന്ന് മരങ്ങളൊക്കെ മുറിക്കുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോ വേല കാണിക്കും. അങ്ങനെ ഒക്കെ ചെയ്യാറുണ്ട് ഈ വാൻഡൽസ്, അതായത് സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ. ആൻഡ് ട്രൈഡ് ടു ടോപ്പിൾ ഓഫ് മൈൽ സ്റ്റോൺസ് ആൻഡ് ഇൻസ്ക്രൈബ്ഡ് ലൗഡ് ഡിസൈൻസ് ഓൺ വാൾസ്. ഭിത്തിയിലൊക്കെ കൊണ്ട് ഈ കല്ലുകൾ ഒക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ കുത്തി വരയ്ക്കുകയോ ഡിസൈൻ വരയ്ക്കുകയോ ഒക്കെ ചെയ്ത് അങ്ങനെ കുറേ വേല വൃത്തിയായിട്ട് കണ്ടിട്ടില്ലേ? പലയിടത്തും വഴിയിലൊക്കെ ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോൾ എവിടെയെല്ലാം ഇങ്ങനെല്ലാം വരച്ച് വൃത്തികേടാക്കി അടുക്കാക്കി അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ അവർ ചെയ്യുമെങ്കിലും അവർക്ക് ഈ കുതിരയുടെ പുറത്ത് എന്തെങ്കിലും കുത്തി വരയ്ക്കാനോ അല്ലെങ്കിൽ ഇതിനൊരു കേട് വരുത്താനോ തോന്നിയിട്ടില്ല. അതാണ് രസം. ദിസ് സ്റ്റാച്യു ഹാഡ് ബീൻ ക്ലോസർ ടു ദ പോപ്പുലേഷൻ ഓഫ് ദ വില്ലേജ് അറ്റ് വൺ ടൈം. ഒരു കാലത്ത് വലിയൊരു കൂട്ടം ആളുകൾ താമസിച്ചിരുന്ന അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരുന്ന ഒരു ഭാഗം ആയിരുന്നു. പക്ഷേ ഇതിപ്പം ആർക്കും വേണ്ട, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ബോർഡറായിട്ട് പറയുന്നു, ഈ വില്ലേജിൻ്റെ അതിർത്തിയായിട്ടും പറയുന്നുണ്ട്. മുനി സാറ്റ് അറ്റ് ദ ഫൂട്ട് ഓഫ് ദ സ്റ്റാച്യു വാച്ചിങ് ഹിസ് 2 goats graze in the arid soil among the cactus and lantana bushes. He looked at the sun. It had tilted westward, and no doubt, but it was not the time yet to go back home. അപ്പം മുനി അവിടെ ഇരിക്കുകയാണ് സ്റ്റാച്യുവിൻ്റെ ചുവട്ടിൽ. വാച്ചിങ് ഹിസ് 2 goats graze in the arid soil among the cactus and lantana bushes. അവിടുത്തെ ഏതോ ചെടികളൊക്കെ പേരാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ആ മണ്ണിൻ്റെ പ്രത്യേക പേരും പറയുന്നുണ്ട്. എറിഡ് സോയിൽ എന്ന് പറയുന്നത് നോക്കാം. മുനി സാറ്റ് അറ്റ് ദ ഫുട്ട് ഓഫ് ദ സ്റ്റാച്യു വാച്ചിങ് ഹിസ് 2 goats ഗ്രേസ് അറിയാമല്ലോ, അവിടെ പുല്ലുമേയുക. ഇൻ ദ എറിഡ് സോയിൽ. എറിഡ് സോയിൽ എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു അംശമില്ലാതെ അത്ര ഉണങ്ങിക്കിടക്കുന്ന മണ്ണെന്നാണ് മീനിങ് കേട്ടോ. എറിഡ് സോയിൽ എമംഗ് ദ കാക്ടസ് ആൻഡ് ലൻഡാന. കാക്ടസ് എന്ന് പറഞ്ഞാൽ കള്ളിമുൾ ചെടിയില്ലേ, മുള്ളൊക്കെ ഉള്ളൊരു സംഭവം, അതാണ്. അവിടെയൊക്കെ പോയാണ്. പിന്നെ ഒരു ലൻഡാന ബുഷസ് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക പൂക്കളൊക്കെ വളർന്ന ഒരു തരം ഇതാണ്, അതിന് മുള്ളൊക്കെ ഉള്ള സംഭവമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയ്ക്കാണ് ഈ ഹി ലുക്ക്ഡ് അറ്റ് ദ സൺ. ഇറ്റ് ഹാഡ് ടിൽറ്റഡ് വെസ്റ്റ്വേർഡ്, നോ ഡൗട്ട്. സൂര്യനൊക്കെ ഏകദേശം അസ്തമിക്കാറായി, പടിഞ്ഞാറോട്ട് എത്തിയിട്ടുണ്ട്. ബട്ട് ഇറ്റ് വാസ് നോട്ട് ദ ടൈം എറ്റ് ടു ഗോ ബാക്ക് ഹോം. പക്ഷേ എന്നാലും വീട്ടിൽ പോകാനിപ്പോൾ സമയമായിട്ടില്ല. ഇഫ് ഹി വെൻ ടു ഏർലി, ഇപ്പം നേരത്തെ വീട്ടിൽ പോയാൽ കുഴപ്പമാണ്. സൂര്യനെ അസ്തമിച്ചിട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. ഇഫ് ഹി വെൻ ടു ഏർലി, ഇനി നേരത്തെ വീട്ടിൽ പോയാൽ എന്ത് പറ്റും? ഹിസ് വൈഫ് വുഡ് ഹാവ് നോ ഫുഡ് ഫോർ ഹിം. പുള്ളിക്കുള്ള ഭക്ഷണമായിട്ട് കിട്ടത്തില്ല. പറഞ്ഞ സമയത്തിന് മുമ്പേ ചെന്നാൽ തിന്നാൻ കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. ആൾസോ ഹി മസ്റ്റ് ഗീവ് ഹെർ ടൈം ടു കൂൾ ഓഫ് ഹെർ ടെമ്പർ. മാത്രമല്ല പുള്ളിക്ക് ഒരു ഹസ്ബൻഡ് എന്ന നിലയിൽ പുള്ളിക്ക് അറിയാം കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം അവളുടെ ആ ചൂട്, ആ ദേഷ്യം ഒന്ന് തണുക്കാൻ, അല്ലെങ്കിൽ അതൊന്ന് കുറയാൻ വേണ്ടി അല്ലേ. ആൾസോ ഹി മസ്റ്റ് ഗീവ് ഹെർ ടൈം ടു കൂൾ ഓഫ് ഹെർ ടെമ്പർ ആൻഡ് ഫീൽ സിമ്പത്തറ്റിക്, ആൻഡ് ദെൻ ഷീ വുഡ് സ്ക്രൗച്ച് ആൻഡ് മാനേജ് ടു ഗെറ്റ് സം ഫുഡ്. കുറച്ച് സിമ്പതിയൊക്കെ കാണിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നെങ്കിലേ വല്ലതും തിന്നാൻ കിട്ടും, മനസ്സിലായി. ആൻഡ് ദെൻ ഷീ വുഡ് സ്ക്രൂച്ച് ആൻഡ് മാനേജ് ടു ഗെറ്റ് സം ഫുഡ് അല്ലേ. അപ്പോൾ അവളുടെ ദേഷ്യമൊക്കെ ഒന്ന് തണുക്കണം, അതുപോലെ ഒരു ചില കരുണയൊക്കെ സിമ്പതിയൊക്കെ ആവണം. പിന്നെ അതുപോലെ അങ്ങനെയാണെങ്കിൽ അവൾ ജസ്റ്റ് ഒന്ന് ആഹാരം തരാനെന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു കരുണ കാണിക്കൂ, അല്ലെങ്കിൽ പുള്ളിക്ക് ഫുഡ് കൊടുക്കാൻ സാധ്യതയുള്ളൂ. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കൊണ്ട് നിർത്താം. പേജ് നമ്പർ 56 ഇനി ലാസ്റ്റ് പാരഗ്രാഫാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഹി നോട്ടീസ് നൗ മുതൽ നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. അപ്പോൾ ഇപ്പോൾ കഥ എവിടം വരെ വന്ന് നിൽക്കുന്നു നോക്കിയേ. അതെ, പുള്ളി സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വീട്ടിൽ പോയാൽ പ്രശ്നമാണ്. നേരത്തെ വീട്ടിൽ ചെന്നാൽ ഫുഡ് കിട്ടത്തില്ല. അത് മാത്രമല്ല വൈഫ് ദേഷ്യമൊക്കെ തണുക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതെ, അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കുറച്ച് സിമ്പതിയൊക്കെ ആയി നിന്നാലേ
ചിലപ്പോൾ പുള്ളിക്ക് വൈകിട്ട് ഫുഡ് കിട്ടത്തുള്ളൂ എന്നാണ് പുള്ളി പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് പറഞ്ഞേക്കുന്നത്. ഇനി ബാക്കി എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ക്ലാസ്